നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഞാൻ പറഞ്ഞതുപോലെ മോസ്കോയിൽ മഴ പെയ്താൽ ഇവിടെ കൊച്ചിയിൽ കുട പിടിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കുട പിടിക്കും. മോസ്കോവിൽ മഴ പെയ്യുമ്പോൾ കേരളത്തിൽ കുട പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഈ അടുത്ത കാലത്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റാലിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. പ്രിയപ്പെട്ട സതീശൻ അറിയോ എന്നെനിക്കറിഞ്ഞൂടാ. ഈ മോസ്കോ സോവിയറ്റ് റഷ്യയുടെ തലസ്ഥാനമല്ലോ. ആ സോവിയറ്റ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. ആ ബന്ധം അറിയണമെങ്കിൽ താങ്കൾ നെഹ്റുവിനെ വായിക്കുന്ന ആളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കണം. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷുകാർ ഞെക്കി പിഴിഞ്ഞുപോയ ഒരു ദരിദ്ര രാജ്യത്തെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് കിട്ടിയിട്ടുള്ളത്. ഈ രാജ്യത്തെ ഒന്ന് പിച്ച വെച്ച് നടപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പല രാജ്യങ്ങളുടെ മുമ്പിലും പോയി കൈനീട്ടി. അമേരിക്കയുടെ അടക്കം മുമ്പിൽ ഒരു രാജ്യവും തിരിഞ്ഞു നോക്കാത്ത സമയത്താണ് കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് റഷ്യ, ലെനിൻ്റെ റഷ്യ, ക്രൂസേവിൻ്റെ റഷ്യ, സ്റ്റാലിൻ്റെ റഷ്യ ഇന്ത്യയെ സഹായിക്കാൻ ഒരുങ്ങി. പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കാനുള്ള സമ്പത്തും ആശയവും എല്ലാം നൽകി സഹായിച്ചത് സോവിയറ്റ് റഷ്യയാണ്. സ്വന്തമായി ഒരു മുട്ടുസൂചി പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരുന്ന ഈ രാജ്യത്താണ് ബീലായ് ഉരുക്ക് കമ്പനി. ഇന്നും ഇന്ത്യയുടെ അഭിമാനമാണ് ബീലായ് ഉരുക്ക് കമ്പനി. ഉണ്ടാക്കിയത് ആരാന്നറിയോ? സതീശന് പോയി നോക്കണം. അവിടെയുണ്ട് അതിൻ്റെ ചരിത്രം, ഒന്ന് വായിച്ചു നോക്കണം. റഷ്യയുടെ സഹായത്തോടു കൂടി ഇന്ത്യ ഉണ്ടാക്കിയതാണ്. ബീലായിലൊന്നും പോകണമെന്നില്ല. ഈ കോഴിക്കോട് ജില്ലയിലെ ആറളം ഫാം ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. റഷ്യയുടെ സഹായത്തോടു കൂടി അവരുടെ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഫാം സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായിട്ട് തുടങ്ങിയതാണ് ആറളം ഫാം. ഞാൻ ഓർക്കുന്നത്, കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. അവിടെ സോവിയറ്റ് ലാൻഡ് എന്ന് പറയുന്ന മനോഹരമായൊരു മാസിക ഉണ്ടാവും. പലപ്പോഴും ഞാൻ ആ ബന്ധുവിനോട് ചോദിച്ച് സോവിയറ്റ് ലാൻഡ് പുസ്തകം കൊണ്ടുവരാറുണ്ട്. എനിക്ക് വായിക്കാനല്ല, ഞാൻ ഇന്ന് സ്കൂളിൽ പഠിച്ചിരുന്ന LP സ്കൂളിലെ പാഠപുസ്തകങ്ങൾ പൊതിയുന്നതിന് വേണ്ടി. മനോഹരമായ നല്ല മിനുസമുള്ള പേപ്പർ, ഭംഗിയുള്ള വർണ്ണചിത്രങ്ങൾ. ആ വർണ്ണചിത്രങ്ങളിലാണ് ആദ്യമായി റഷ്യയിലെ ഫാമുകളുടെ ചിത്രം ഞാൻ കാണുന്നത്. ആ പുസ്തകം പൊതിഞ്ഞ ഈ പേജുകളിലാണ് റഷ്യയെക്കുറിച്ച് ഞാൻ വായിക്കാൻ തുടങ്ങിയത്. ഒന്ന് വായിക്കണം. നെഹ്റുവിന് ശേഷം ഇന്ത്യ ഇന്ദിരയുടെ കൈകളിലായി. ഇന്ദിര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇന്ദിര ജയിച്ചു കയറിയ ഒരു വലിയ യുദ്ധമുണ്ട്. കോൺഗ്രസ്സുകാരൊക്കെ അഭിമാനത്തോടെ പറയുന്ന 1971 പാകിസ്ഥാൻ യുദ്ധം. 47 ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തരുമ്പോൾ ദൗർഭാഗ്യകരമായി ഈ രാജ്യം വിഭജിക്കപ്പെട്ടു. പാകിസ്ഥാൻ എന്ന മതരാജ്യം ഉണ്ടായി. പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും ഇന്ത്യയുടെ രണ്ടു ഭാഗത്ത്. അതിൽ കിഴക്കൻ പാകിസ്ഥാനിലെ മനുഷ്യർ പടിഞ്ഞാറൻ പാകിസ്ഥാനെതിരെ സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപിച്ചു മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ. അതിനെ അടിച്ചമർത്താൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനിൽ ഇറങ്ങി. സ്വാഭാവികമായി മുജീബ് റഹ്മാൻ ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെട്ടു. ഇന്ത്യക്ക് ആ യുദ്ധത്തിൽ ഇടപെടേണ്ടി വന്നു. ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാന്റെ സഖ്യരാജ്യമായ അമേരിക്ക യുദ്ധത്തിൽ ഇടപെടാൻ തീരുമാനിക്കുന്നത്. അവരുടെ സർവ്വസന്നാഹങ്ങളുമുള്ള 7-ാം കപ്പൽപ്പട ഇന്ത്യയുടെ നേരെ തിരിയാൻ തുടങ്ങി ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ. അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് റഷ്യ അമേരിക്കയോട് പറഞ്ഞു, ഇന്ത്യ ഞങ്ങളുടെ സഖ്യകക്ഷിയാണ്, ഞങ്ങളുടെ കൂടെയുള്ള കക്ഷിയാണ് ഇന്ത്യ. അതിനെ ആക്രമിച്ചാൽ നിങ്ങളുടെ 7-ാം കപ്പൽപ്പടയെ ഞങ്ങൾ ആക്രമിക്കും. അമേരിക്കയുടെ കപ്പൽപ്പട തിരിച്ചുപോയി. ഇന്ത്യ ജയിച്ചു കയറി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇടപെട്ടിരുന്നെങ്കിൽ ആ യുദ്ധം ഒരു പക്ഷേ നമുക്ക് ജയിക്കാൻ കഴിയുമായിരുന്നില്ല. അമേരിക്ക ഇന്ത്യയെ ആക്രമിക്കാൻ നോക്കുമ്പോൾ ഇന്ത്യക്ക് മുകളിൽ സുരക്ഷിതത്വത്തിന്റെ കുട ഉയർത്തിപ്പിടിച്ച നാടിന്റെ പേര് കൂടിയാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് റഷ്യ. സാന്ദർഭികമായ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയണം. എൻ്റെ പേര് അബ്ദുൽ നാസർ. ഇതിൻ്റെ പിന്നിലും ഈ പേരിൻ്റെ പിന്നിലും ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. 47 ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യക്കൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ മറ്റൊരു രാജ്യത്തിൻ്റെ പേരാണ് ഈജിപ്ത്. ഈജിപ്തിന് ബ്രിട്ടൻ സ്വാതന്ത്ര്യം കൊടുത്തെങ്കിലും ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന സൂയസ് കനാലിൻ്റെ അധികാരം ബ്രിട്ടൻ്റെ കയ്യിൽ തന്നെ അവശേഷിച്ചു. എത്രയോ കാലങ്ങളായി ഏഷ്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന യൂറോപ്പുകാരും അമേരിക്കക്കാരുമൊക്കെ ആഫ്രിക്ക എന്ന് പറയുന്ന വൻകര ചുറ്റണം, ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി വരണം. മാസങ്ങളെടുക്കും ആവിക്കപ്പലുകൾ ഇങ്ങനെ സഞ്ചരിച്ചെത്താൻ. അതിനുള്ള പരിഹാരമായിരുന്നു മനുഷ്യനിർമ്മിതമായ സൂയസ് കനാൽ. വളരെ എളുപ്പത്തിൽ ഏഷ്യയിലേക്ക് എത്താനുള്ള മാർഗം. അതിൽ വരുന്ന കപ്പലുകളുടെ കപ്പം ബ്രിട്ടൻ പിരിക്കും. എന്നാൽ ജമാൽ അബ്ദുൽ നാസർ ഈജിപ്തിൻ്റെ പ്രസിഡന്റായി ഇത്തിരി കാലം കഴിഞ്ഞപ്പോൾ ആ സൂയസ് കനാൽ ദേശാൽക്കരിച്ചു.
അവിടെ നിന്ന് കിട്ടുന്ന കപ്പം ഫലസ്തീനികൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ബ്രിട്ടനെ സഹിക്കില്ലല്ലോ. ബ്രിട്ടൻ യുദ്ധം പ്രഖ്യാപിച്ചു. ബ്രിട്ടനെ സഹായിക്കാൻ അമേരിക്കയുണ്ടായി. അന്നും കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് റഷ്യ അമേരിക്കയോടും ബ്രിട്ടനോടും പറഞ്ഞു, ഈജിപ്ത് ചേരിചേരാ സഖ്യത്തിലുള്ളതാണ്, ചേരിചേരാ സഖ്യത്തിനോടൊപ്പം ചേർന്ന് നടക്കുന്നവരാണ് ഞങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ പ്രതിരോധിക്കും. ബ്രിട്ടന് യുദ്ധം ചെയ്യാൻ നിവൃത്തിയുണ്ടായില്ല. യുദ്ധം ചെയ്യാതെ ജയിച്ച ജമാൽ അബ്ദുൽ നാസറിന്റെ കൂട്ടുകാരനായ ജവഹർലാൽ നെഹ്റുവിന്റെ നാട്ടുകാരായ മുസ്ലിങ്ങൾ മക്കൾക്ക് പേരിടാൻ തുടങ്ങി അബ്ദുൽ നാസർ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു അബ്ദുൽ നാസറാണ് ഞാൻ. പ്രിയപ്പെട്ട സതീശ, ഇന്ത്യയെ പിച്ചവെച്ച് നടക്കാൻ പഠിപ്പിച്ച, ഇന്ത്യയെ മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കുടചൂടി സംരക്ഷിച്ച ആ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് റഷ്യയിൽ മഴ പെയ്യുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ കുട നിവർത്തും. എന്തുകൊണ്ടാണെന്നറിയോ? അതൊരു നന്ദി പറച്ചിൽ കൂടിയാണ്. ഈ രാജ്യത്തെ രക്ഷിച്ച, ഈ രാജ്യത്തെ പിച്ച വെച്ച് നടത്താൻ പഠിപ്പിച്ച ഒരു രാജ്യത്തിനോടുള്ള നന്ദി പറയും. നെഹ്റു മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാലിൻ മരിച്ചപ്പോൾ. ആ ചരിത്രവും പുസ്തകമൊക്കെ ഒന്ന് സതീശൻ വായിക്കുക. അറിയാതെ നിങ്ങളും ഒരുപക്ഷെ കുട നിവർത്തും.